എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. സെൽസബീൽ മാസികയിൽ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സെൽസബീൽ മാസിക 1921 ഓഗസ്റ്റ്, പുസ്തകം 1, ലക്കം 3. കൃത്യമായ രേഖയാ പറയുന്നത്. അൽ ഖുർആനുൽ മുഫല്ലലയിൽ നിന്ന് തെളിവ് കൊണ്ടുവരണം. ആണാണെങ്കിൽ മറുപടി പറയണം. നിങ്ങളെ റേഡിയോ പ്രസംഗം നടത്തി നിങ്ങളുടെ കുറച്ച് അണികളുണ്ട്, അവർക്ക് സമാധാനം കൈമാറി മുങ്ങിയാ പോരാ. ഇത് ആശയപരമായ ഏറ്റുമുട്ടലാണ്. ആശയപരമായ ഏറ്റുമുട്ടലിലേക്കാണ് നിങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളതെങ്കിൽ മറുപടി പറയുന്നത് ശ്രദ്ധിക്കണം. കൃത്യമായ ഖണ്ഡനം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. വൃത്തികേടുകൾ എഴുതി വെച്ചിട്ട് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. വളരെ വലിയ കുറ്റം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെച്ചു. അത് അവരുടെ ഒരു പ്രധാന ഇബാദത്തുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന 70 പ്രാവശ്യവും ഒരു റിവായത്ത് പ്രകാരം 100 പ്രാവശ്യവും അള്ളാഹുവിനെ കൊള്ളെ തൗബ ചെയ്തു മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി, തിന്മയില്ലാതെയാക്കാൻ വേണ്ടി, സമൂഹത്തിന് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഈ സമൂഹത്തിലേക്ക് സുന്ദരമായ ആശയവുമായി, സുന്ദരമായ ജീവിതവുമായി, ജീവിതത്തിൽ ഒരു കലർപ്പുമില്ലാതെ ജീവിച്ച് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഞങ്ങളുടെ നേതാവ് തെറ്റ് ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ച നിങ്ങളുടെ വൃത്തികേടിന് അൽ ഖുർആനുൽ മുഫല്ലലയിൽ നിന്ന് രേഖ കൊണ്ടുവരണം. അൽ ഖുർആനുൽ മുഫല്ലലിന്റെ പീറ ഞാൻ തീർച്ചയാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ തമ്മാടിത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുകയും എഴുതി വെക്കുകയും ചെയ്യാം. ഇതിനൊന്നും രേഖ ആവശ്യമില്ല. എന്ത് തോന്നിവാസവും നിങ്ങൾക്ക് വിളിച്ചു പറയാം. കൊണ്ടുവരണം നിങ്ങൾ രേഖ.